നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബ് കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ചോറുണ്ട് പോകുമെന്ന് നമുക്കറിയില്ല. അത്ര ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ക്രാബൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും ആവശ്യമായിട്ടേ വരില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ട് വേഗത്തിൽ ഒരു ക്രാബ് കറി ചെയ്തെടുക്കാമെന്ന് ഒന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ക്രാബാണ് എടുത്തേക്കുന്നത്. ഈ ഒരു വലിയ ക്രാബിന് ഞാനൊരു വലിയ സവാള ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 2 മീഡിയം സൈസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 പച്ചമുളക് എക്സ്ട്രാ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കണേ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ക്രാബ് ഒരു മീഡിയം സൈസിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല വേണം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് തേങ്ങയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും വേണം. നമ്മളിത് അരച്ച് ഈ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതാണ് ഈ കറിയുടെ മെയിൻ ഒരു ടേസ്റ്റ് തരുന്നത്. ഇനി കറി റെഡിയാക്കാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഇതിൽ കട്ട് ചെയ്ത് ചേർക്കണം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഫ്ലേവറും ഉണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റണം. നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പച്ചമുളക് ചതയ്ക്കുന്നില്ലെങ്കിൽ ഒരു 2-3 പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് പോയിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സിമ്മിലിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ, ഇല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. ഈ കറിയിലൊക്കെ എപ്പോഴും മുളക് പൊടിയുടെ അളവായിരിക്കണം കുറച്ചുകൂടെ കൂടുതലുണ്ടാവുക. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഗരം മസാല ചേർക്കണം. ഗരം മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്കിതിൽ ഗരം മസാലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർക്കാം. ഇനി നമ്മുടെ ഈ പൊടികളെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരണം. ഈ പൊടികളുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നമുക്കിത് സിമ്മിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
നിങ്ങൾ കാശ്മീരി റെഡ് ചില്ലി ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കറിയിൽ എപ്പോഴും കാശ്മീരി റെഡ് ചില്ലി യൂസ് ചെയ്യാൻ നോക്കണേ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ നമുക്കിതിലൊന്ന് വഴന്ന് വരണം. നമ്മുടെ ഈ ഒരു മസാല നമ്മുടെ കറിയുടെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് തരുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കറിയിൽ പുളിയൊന്നും ചേർക്കുന്നില്ല. ഈ തക്കാളിയുടെ പുളിയാണ് ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ്. എണ്ണ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ എണ്ണയിൽ ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് ഈ മസാലയൊക്കെ ഒന്ന് പെരണ്ട് വന്നാലേ നമ്മുടെ ക്രാബ് കറിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണ ഒരല്പം കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് നമ്മുടെ കറിക്ക് നല്ലത്. നമ്മൾ ക്രാബ് കഴിക്കുന്നതേ വല്ലപ്പോഴും ഒക്കെയാണ്. അപ്പോൾ ഒരല്പം എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മസാല അങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പാത്രം എടുത്തു വേണം നമ്മൾ ഈ കറി ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഞാനിപ്പോൾ ഇച്ചിരി വലിയ പാത്രത്തിലാണ് ഈ ക്രാബൊക്കെ ഇട്ടേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അത്രയും പ്രശ്നം വരില്ല. ഇനി നമ്മുടെ ഈ ക്രാബിൽ ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്ക് നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മസാലയൊക്കെ എടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ നമ്മുടെ ഈ ക്രാബിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ ക്രാബൊക്കെ ഒന്ന് വെന്ത് വരാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കറികളിലൊക്കെ വെള്ളം ഒഴിക്കുമ്പം ഇപ്പം ചിക്കൻ ആയിക്കോട്ടെ മട്ടൻ ആയിക്കോട്ടെ ഈ ക്രാബൊക്കെ ആയിക്കോട്ടെ എല്ലാം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചാൽ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. നിങ്ങളിനി ഇങ്ങനെ ചെയ്യുമ്പം നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്ക്. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും പെരുംജീരകവും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അടുത്ത് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഈ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. നമുക്കിത് ആദ്യം ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അരഞ്ഞു കിട്ടും. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അരപ്പ് ഈ കറിയിലേക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചേർത്താൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ക്രാബൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും പെരുംജീരകവും കൂടെയുള്ള അരപ്പ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചിട്ട്
ഈ അരപ്പ് ചേർത്താലും മതിയാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല പെരണ്ട് വരുന്ന ഒരു നല്ലൊരു മസാല കിട്ടും. ഞാനിതിപ്പോൾ ഇവിടെ കറിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫുൾ ഗ്രേവി അല്ല, ഒരു സെമി ഗ്രേവിയിലാണ് ഞാൻ ഈ കറി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ലപോലെ ഗ്രേവി ഉള്ളപ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രാബൊക്കെ ഈ മസാലയിൽ കറക്റ്റായിട്ട് വെന്ത് ഈ ക്രാബിൻ്റെ എല്ലാ സൈഡിലേക്കും മസാലയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഗ്രേവി കാണാം, ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റോസ്റ്റ് മാതിരി വരും. ഇപ്പോൾ നോക്ക്, നമ്മുടെ ക്രാബ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ഈ ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എപ്പോഴെങ്കിലും ക്രാബ് വാങ്ങുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.